സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശത്തിൽ രാജ്യസഭയിൽ നോട്ടീസ്. ഗോത്രവകുപ്പ് ഉന്നത കുലജാതർക്ക് നൽകണമെന്ന പരാമർശം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പി സന്തോഷ് കുമാർ MP-യാണ് നോട്ടീസ് നൽകിയത്. ബജറ്റിനെതിരെ പാർലമെന്റിൽ പ്രതിപക്ഷം പ്രതിഷേധവും ഘടിപ്പിക്കും. വഖഫ് ബില്ലിന്മേലുള്ള JPC റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിൽ വയ്ക്കും. വിവരങ്ങളുമായി PR സുനിൽ ചേരുന്നു. PR സുനിൽ, രാജ്യസഭയിൽ അടിയന്തര പ്രമേയത്തിനുള്ള വിഷയമായിട്ടാണോ ഇപ്പോൾ സന്തോഷ് കുമാർ സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശം ഉന്നയിച്ചിരിക്കുന്നത്? അരുൺ, രാജ്യസഭയിൽ CPI അംഗം സന്തോഷ് കുമാറാണ് ഏതായാലും സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതൻ പരാമർശത്തിൽ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യണം എന്നതാണ് ഇപ്പോൾ സന്തോഷ് കുമാർ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ സഭയിൽ തീരുമാനിച്ചിരിക്കുന്നു. ഏതായാലും സന്തോഷ് കുമാർ അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ രാജ്യസഭയിൽ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ ബജറ്റിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ അപമാനിച്ചു, പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം സഭയ്ക്കകത്തും പുറത്തും ഉയർത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അല്പസമയത്തിനകം പാർലമെന്റ് കവാടത്തിൽ ഇവിടെ വലിയ പ്രതിഷേധ പരിപാടികൾ നടക്കുകയും ചെയ്യും. ഏതായാലും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാത്രം ബജറ്റിൽ തുക നീക്കിവെക്കുകയും പദ്ധതികൾ പ്രഖ്യാപിക്കുകയുമാണ് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ധനമന്ത്രി ചെയ്തത് എന്നാണ് പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ അങ്ങനെ ശക്തമായ പ്രതിഷേധവുമായി പാർലമെന്റിൽ രണ്ടാം ദിവസം ശക്തമായി മുന്നോട്ട് പോകാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകളാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും ആരംഭിക്കാനിരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണെങ്കിൽ ഇരുസഭകളും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ഇതോടൊപ്പം തന്നെയാണ് വഖഫ് ബില്ലിന്മേലുള്ള JPC റിപ്പോർട്ട് കൂടി ഇന്ന് സഭയിൽ വരാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ച JPC ചെയർമാൻ ജഗദാംബിക പാൽ റിപ്പോർട്ട് ഉടൻ തന്നെ സഭയിൽ നൽകും എന്ന് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇന്ന് ലോക്സഭയിൽ ഈ JPC റിപ്പോർട്ട് വരുമ്പോൾ അതിനെതിരെയും ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരിക്കും പാർലമെന്റിന്റെ ഇന്നത്തെ ദിനത്തിൽ. അരുൺ, അതായത് 3 വിഷയങ്ങളിലും പ്രതിഷേധമുണ്ട്. ഒന്ന്, സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതൻ പരാമർശം. 2, കേരളത്തെ ബജറ്റ് അവഗണിച്ചു എന്നുള്ളത്. 3, JPC ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന വഖഫ് ബിൽ അമെൻമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ട്. ഈ 3ലും പ്രതിഷേധമുണ്ടാവും. കേരളത്തിൽ നിന്നുള്ള MP-മാർ കൂട്ടായി ഇന്നിപ്പോൾ ലോക്സഭ സമ്മേളിക്കുന്നതിന് തൊട്ട് മുമ്പ് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ടോ? കേരളത്തിൽ നിന്നുള്ള MP-മാർ പ്രത്യേകിച്ച് പ്രതിഷേധിക്കാനുള്ള സാഹചര്യമുണ്ടോ കേരളത്തെ അവഗണിച്ചതിൽ? സഭയ്ക്ക് പുറത്ത്, പാർലമെന്റിന് പുറത്ത് തീർച്ചയായും വലിയ പ്രതിഷേധം തന്നെ ഈ വിഷയത്തിൽ ഉയർത്തും എന്ന് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. ബജറ്റിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ആകെ അവഗണിച്ചു. അതേസമയം ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾക്ക്, ബീഹാറിന് നമുക്കറിയാം വലിയ പദ്ധതികളാണ് ബീഹാറിന് വേണ്ടി പ്രഖ്യാപിച്ചത്. 6 വലിയ പദ്ധതികൾ ബീഹാറിന് വേണ്ടി മാത്രം പ്രഖ്യാപിച്ചു. ബീഹാറിൽ ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ബജറ്റിൽ ബീഹാറിന് വേണ്ടി ഇത്രയും പദ്ധതികൾ നീക്കിവെച്ചിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയാണ് ബജറ്റിലെ ഓരോ പ്രഖ്യാപനവും കേന്ദ്ര സർക്കാർ നടത്തിയത് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇന്നലെ ദില്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ആദായ നികുതി ഇളവുകളൊക്കെ പ്രഖ്യാപിച്ചു. അത് ദില്ലിക്ക് വേണ്ടിയാണ് എന്ന തരത്തിൽ ഇപ്പോൾ BJP പ്രചരണവും നടത്തുന്നു. അപ്പോൾ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി മാത്രമാണ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ. സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ വികസന ലക്ഷ്യങ്ങളല്ല സർക്കാരിന് പ്രധാനമായും ഉള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് പ്രതിപക്ഷ അംഗങ്ങൾ. ഏതായാലും ഈ വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള MP-മാരും വളരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും പാർലമെന്റ് കവാടത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തിയ ശേഷം അതിനുശേഷം പിന്നീട് സഭയ്ക്കുള്ളിലും ഇതേ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. കൂട്ടായി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം. ഇതോടൊപ്പം തന്നെയാണ് കുംഭമേള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തുന്നുണ്ട്. കുംഭമേളയ്ക്കിടെ ഉണ്ടായ അപകടം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വഖഫ് ബില്ലും ഇന്ന് വലിയ വിഷയമായി ഉയർന്നു വരും. ഓക്കെ, PR സുനിൽ, നമുക്ക് കാഴ്ചകൾക്കായി കാത്തിരിക്കാം. അല്പസമയത്തിനുള്ളിൽ നമുക്ക് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. കുംഭമേളയുടെ വിഷയം ലോക്സഭയിലും സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതൻ പരാമർശം രാജ്യസഭയിലും ഉയർത്താനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം തന്നെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളോട് BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളോടുള്ള വിവേചനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും ഇന്ന് ഇരു സഭകളെയും ചൂടുപിടിപ്പിക്കും. വഖഫ് ഭേദഗതി ബില്ല് ഇന്ന് പാർലമെന്റിൽ വരുന്നുണ്ട്. JPC-യിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലും ഇന്ന് പ്രതിഷേധമുണ്ടാകുമെന്നാണ് PR സുനിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ വലിയ വിഷയമായി മാറിയ ഉന്നത കുലജാതൻ പരാമർശം ഒന്ന് കേൾക്കാം. ഡൽഹിയിലെ മയൂർ വിഹാറിൽ ഡൽഹി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അന്ന് സുരേഷ് ഗോപി ഇന്നലെ നടത്തിയ വിവാദ പരാമർശം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കാണാം.
ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതൻ, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. വലിയ വ്യത്യാസമുണ്ടാവും. ഇത് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട്. പക്ഷെ ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. നായിഡുവോ ബ്രാഹ്മണനോ ആദിവാസി ഗോത്ര വകുപ്പ് ഭരിക്കട്ടെ, മെച്ചപ്പെടും, നന്നാവും എന്നാണ് പറഞ്ഞത്. ഇതിൽ വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപി പെട്ടെന്ന് അപകടം മണത്തു, അത് പിൻവലിക്കാൻ തീരുമാനിച്ചു. അതുകൂടി കേൾക്കാം. ഒരു ഉന്നത ജാതിയിൽപ്പെട്ടയാൾ ആദിവാസികളുടെ കാര്യം നോക്കാൻ വരണം. തൊട്ട് പിറകെ വന്ന് മുന്നോക്ക ജാതികളുടെ പ്രശ്നം നോക്കാനായി ഒരു പിന്നോക്ക ജാതിക്കാരനെയും കൊണ്ടുവന്നിരുത്തണം. ഈ ഒരു വേർതിരിവ് നമ്മൾ മാറ്റണം, സംവിധാനത്തിൽ മാറ്റം വരണമെന്നാണ് പറഞ്ഞത്. ഞാൻ പിൻവലിക്കുന്നു, ഇങ്ങനെ തന്നെ കൊടുക്കും. ആരാണ് ഉന്നത കുലജാതൻ എന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ നമ്മുടെ ചർച്ചയിലെത്തിയ ഒരു അതിഥി പറഞ്ഞത്, ഞാൻ കേട്ടിട്ടുള്ളത് കപ്പക്കുല എന്ന് കേട്ടിട്ടുണ്ട്, പൂവൻകുല എന്ന് കേട്ടിട്ടുണ്ട്, ഏത്തപ്പഴക്കുല എന്ന് കേട്ടിട്ടുണ്ട്, പാളയന്തോടൻ കുല എന്ന് കേട്ടിട്ടുണ്ട്, പൂവൻകുല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഉന്നത കുലകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള യഥാർത്ഥത്തിലുള്ള കുലകൾ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം സാമൂഹികമായിട്ടുള്ള നിർമ്മിതികൾ മാത്രമാണ്. എന്തായാലും സുരേഷ് ഗോപി പറഞ്ഞു കുടുങ്ങി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്നിപ്പോൾ പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് രാജ്യസഭാംഗം കൂടിയായ സന്തോഷ് കുമാർ.